ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വരുന്നുണ്ട് ക്യാമറയിൽ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയൊരു പായസം, ജസ്റ്റ് ഒരു പായസമേ ഉള്ളൂ, അല്ലാണ്ട് വലിയതായിട്ടൊന്നുമല്ല. ഒരു സേമിയ പായസം. കുറച്ച് ബോളി ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കൊണ്ടുവന്നു. അപ്പോൾ പിള്ളേർക്കത് ബോളി കൂട്ടി കഴിക്കണം. സാധാരണ പാൽ പായസത്തിലാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബോളി ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ചെറിയ രീതിയിലൊരു പായസം, വേറെ ഒന്നുമില്ല, ഉള്ള ഇതിലൊക്കെ ഞാൻ ഉണ്ടാക്കുവാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. ഗ്യാസിന് ആകെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് കുറച്ച് നെയ്യിടാം. അത് ചെറിയൊരു വ്ളോഗ് എടുത്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അന്നേരം നമുക്ക് ഇതൊന്ന് വറുത്തിങ്ങ് പോരെ. ഒന്നിരിങ്ങ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് വേറെ വിഭവമൊന്നുമില്ല. ചെറിയ ഒരു പായസം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് സേമിയ അടുപ്പത്തിടാം. നമുക്കിത് കോരാം. മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ക്രിസ്മസ് ഇല്ല, അല്ലെ അണ്ടിപ്പരിപ്പുള്ളി, ഞാൻ പറഞ്ഞില്ല, ചെറിയ ഒരു സേമിയ പായസം. അപ്പോൾ നമുക്കിത് ഓൾറെഡി വറുത്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറുത്തേക്കാം. പാല് കുറവാണ്, നോക്കാം. ഇത് വറുത്തെടുക്കാം. വറുത്തതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. നമുക്ക് രണ്ട് ഏലക്ക ഇടാം. ഇതൊന്ന് വെന്ത് വരാം. ഇനി നമുക്ക് പാലൊഴിച്ച് വേവിക്കാം. പശുവും പാലാണ് ഞങ്ങളിവിടെ മേടിക്കുന്ന പാല്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പായസം നല്ല പായസം. നമുക്ക് അണ്ടിപ്പരിപ്പിടാം. നെയ്യുടെ മയം നമുക്കിനി പിന്നെ പഞ്ചസാര ഇടാം. മതിയായിരിക്കും, ഒരളവിന് ഇട്ടെന്നേ ഉള്ളൂ. നമുക്ക് ബോളിയുടെ കൂടെ കഴിക്കാമേ. അപ്പം നമുക്ക് ആദ്യം വെട്ടം കുറവാണ്. അപ്പോൾ പായസം റെഡിയായി. അങ്ങനെയുണ്ട് എൻ്റെ പായസം. ഓക്കെ.